പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു വിരാമം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ലോകത്താകെയും ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഉണ്ട് എന്ന് പറയാം. അതിനിടയിലാണ് ഈ 75 വയസ്സ് എന്ന് പറയുന്ന ഒരു പ്രായപരിധി വരുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് സർസംഘചാലക് മോഹൻ ഭാഗവതും മോദിയും ഒക്കെ പല സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുകയും അത് വളരെ വിശാലമായ അർത്ഥത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം അർണബ് ഗോസ്വാമി, റിപ്പബ്ലിക് ടിവിയുടെ എഡിറ്റർ ഇൻ ചീഫ് ആയിട്ടുള്ള അർണബ് ഗോസ്വാമി എന്തുകൊണ്ട് മോദി തന്നെ വീണ്ടും വരണം എന്നുള്ളതിനെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അത് അദ്ദേഹം ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഷോ തന്നെയായിട്ട് എല്ലാവരും വിലയിരുത്തുകയും ധാരാളം പേർ, സാധാരണ കാണുന്നതിനേക്കാൾ എത്രയോ അധികം പേർ അത് കാണുകയും ചെയ്തു. എന്തൊക്കെയായിരുന്നു അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾ? അർണബ് നരേന്ദ്രമോദിയെ എന്നും പിന്തുണക്കുന്ന ഒരു ദേശീയ മാധ്യമ പ്രവർത്തകനാണ്. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വലിയ തോതിൽ വിമർശനങ്ങൾക്കും വിധേയമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ മീഡിയ മുഴുവനായിട്ട് മോദിയെ വളഞ്ഞിട്ട് ആക്രമിച്ച കാലത്തും അർണബ് മോദിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ മോദിയെക്കുറിച്ചുള്ള നേരത്തെ തന്നെ ഒരു നിലപാടെടുക്കാനും പ്രതീക്ഷ വെക്കാനും ഒക്കെ പറ്റിയതുകൊണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ചിത്രം അതല്ല. ചിത്രം പതുക്കെ മാറി വന്നു. അദ്ദേഹത്തെ മോദി മീഡിയ, ഗോദി മീഡിയ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആക്ഷേപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ടോക്ക് ഷോകളിലെ സബ്ജക്റ്റ് അനുസരിച്ച് അർണബിനോടുള്ള നിലപാട് തന്നെ പൊതുവെ ഇന്ത്യയും ലോകവും മാധ്യമ ലോകവും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ടോക്ക് ഷോ വലിയ തോതിൽ ചർച്ചയായി. അർണബ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പോൾ നരേന്ദ്രമോദി അർണബ് പറഞ്ഞു എന്നതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ ടോക്ക് ഷോയുടെ വസ്തുനിഷ്ഠത കൊണ്ട് ആളുകൾ അത് ഒരുപാട് പേര് ക്യാരി ഓവർ ചെയ്യുകയും പ്രിൻറ്റ് മീഡിയ അതെടുത്ത് പകർത്തുകയും വലിയ വാർത്തയാവുകയും ചെയ്തു. എല്ലാവർക്കും വലിയ ആർക്കും തന്നെ നിഷേധിക്കാനാവാത്ത വസ്തുതകളാണ് അദ്ദേഹം പറഞ്ഞത്. ചോദ്യം ഇതാണ്, ഇപ്പോൾ പ്രജിത നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദി മാറാൻ കാലമായില്ലേ എന്നൊരു ചോദ്യം ഉയർത്തുന്നത് തീർച്ചയായിട്ടും ലോകത്തിലെങ്ങുമുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഉയർത്തുന്നുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികൾ അത് സജീവമാക്കി കൊണ്ടുവരുന്നുണ്ട്. രാഷ്ട്രീയത്തിലും ഒരു റിട്ടയർമെൻറ്റ് വേണം, 75 വയസ്സൊരു പരിധി വെക്കണമെന്നൊക്കെയുള്ള ചർച്ച പലയിടത്തും നടക്കാറുണ്ട്. ചില പാർട്ടികൾ നടപ്പാക്കിയവരൊക്കെ തന്നെ സൗകര്യം പോലെ ഓരോരുത്തർക്കായിട്ട് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നത് NDAയിലും BJPയിലും പോലും അങ്ങനെ ആരെങ്കിലും അദ്ദേഹം റിട്ടയർ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ ഒരു ചർച്ച പോലും നടക്കേണ്ട സമയമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നരേന്ദ്രമോദി ഈ ഒരു നിർണായകമായ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയാൽ അത് ഇന്ത്യയെ വലിയ തോതിൽ അപായപ്പെടുത്തും, സുരക്ഷയ്ക്ക് പോലും പ്രശ്നങ്ങളുണ്ടാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗൗരവമുള്ള ഒരു ചർച്ചയാണ്. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഒരു ലീഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മറ്റെന്തിനേക്കാളും വലുത് രാജ്യമാണ് എന്ന ബോധ്യമുണ്ടാവണം. വളരെ ബോധ്യമുള്ള കാര്യങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ തീരുമാനിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. അത് നടപ്പാക്കാനുള്ള ആർജവും വേണം. ഈ ആദ്യഘട്ടത്തിലൊക്കെ വിമർശനങ്ങളുണ്ടാവും, പക്ഷേ എന്നാൽ പിന്നീട് രാജ്യം മുഴുക്കെ അത് അംഗീകരിക്കപ്പെടും. കുറേ ഉദാഹരണങ്ങൾ. അദ്ദേഹം ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, 2014 മോദി അധികാരത്തിൽ വന്ന ഇന്ത്യയാണോ ഇന്നത്തെ ഇന്ത്യ? അതിവേഗം ഇന്ത്യ മാറിയില്ലേ? ഇന്ത്യയുടെ മുഖം തന്നെ മാറിയില്ലേ? മുഖച്ഛായ മാറിയില്ലേ? ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിലുള്ള ഇന്ത്യയുടെ കരുത്തും ഇമേജും ഒക്കെ വർദ്ധിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ശരിയാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം 2014 ഇന്ത്യ അല്ല തീർച്ചയായിട്ടും 2025 ഇന്ത്യ. അദ്ദേഹം ചോദിക്കുന്നത്, മോദി എടുത്തതുപോലുള്ള തീരുമാനങ്ങൾ അത്തരം ഘട്ടങ്ങളിൽ കൃത്യമായിട്ട് എടുക്കാനും അതിശക്തമായിട്ട് നടപ്പാക്കാനും ആർജവമുള്ളവരെവിടെയെന്നാണ്. ചില ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത്, അർണബ് ചോദിക്കുന്നൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ മോദി കളിയാക്കപ്പെട്ട സന്ദർഭം ഏതാണ്? നോട്ട് നിരോധനമാണ്. നോട്ട് നിരോധിക്കപ്പെട്ടപ്പോൾ നമ്മുടെ കള്ളപ്പണത്തെക്കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ ലോകത്തിലെ കള്ളപ്പണം ഇന്ത്യയുടെ സമ്പത്തിലേക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സത്യത്തിൽ അതായിരുന്നില്ല അതിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. ഈ ഡിമോണിറ്റൈസേഷൻ, ഈ എന്താ പറയുക, നോട്ട് നിരോധനം നടപ്പാക്കിയതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം UPI ആയിരുന്നു. നോട്ട് തന്നെ പതുക്കെ നോട്ട് തന്നെ ആവശ്യമില്ലാത്ത ഒരു ഇന്ത്യയെ സൃഷ്ടിക്കുക. ഇന്നിപ്പോൾ അത് ഏതാണ്ട് വന്നു കഴിഞ്ഞു. UPI വന്നു കഴിഞ്ഞപ്പോൾ UPIയുടെ ഒരു കണക്ക് പറയുന്നുണ്ട് അദ്ദേഹം. UPI ഏതാണ്ട് 20 ബില്യൺ ഒരു മാസം, ഇക്കഴിഞ്ഞ മാസത്തെ കണക്കാണ് അർണബ് പറയുന്നത്. ഒരു മാസം 20 ബില്യൺ ട്രാൻസാക്ഷൻ നടന്നു. അത്രയും ആളുകൾ അത്രയും തവണ ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്നു.
മാത്രമല്ല ഏതാണ്ട് അതിൻ്റെ കണക്ക് പറയുന്നുണ്ട് 25 ലക്ഷം കോടിയാണ്. 25 ലക്ഷം കോടി രൂപ ഒരു മാസം UPIയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു ആവറേജ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇപ്പോൾ ആർക്കെങ്കിലും നോട്ട് നിരോധിച്ചതിനെക്കുറിച്ച് പരാതിയുണ്ടോ? എന്തിന് 1000, എന്തിന് 2000, 500 പോലും വേണ്ട. ആളുകൾക്ക് ഒരു പേഴ്സോ പണമോ കയ്യിലില്ലാതെ ലോകം മുഴുവൻ കറങ്ങി വരാമെന്ന അവസ്ഥ വന്നില്ലേ? ഇന്ത്യയിലെ ഏത് സാധാരണക്കാരനും ഇതിൻ്റെ ഗുണഭോക്താവായല്ലോ. പി ചിദംബരം പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകയാണ്. കളിയാക്കിയത്. കളിയാക്കിയത് ഒരു തക്കാളി വാങ്ങാൻ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അവർക്ക് ഇത് ഉണ്ടാകുമോ എന്നുള്ളത്. ഇപ്പോൾ ഏതൊരു ആരുടെ കയ്യിലാണ് ഇല്ലാത്തത്? അതെ, ആരുടെ കയ്യിലാണ്? കഴിഞ്ഞിടക്ക് വാർത്ത വന്നത് ഭിക്ഷ യാചിക്കാൻ ഒരാള് വരും കാർഡുമായിട്ട് വന്നിരിക്കുന്നത്. മതി എനിക്ക് ജിപേ ഉണ്ട് എന്ന് പറഞ്ഞ് ജിപേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ആ പിരിവിന് വന്ന ഒരാള്, മീൻസ് കാശ് പിരിക്കാൻ തെണ്ടി വന്നയാൾ. ഞാൻ പറഞ്ഞു അതൊക്കെയാണ് സ്ഥിതി. ഞാൻ പറഞ്ഞു കാശ് എടുത്തു വെച്ചൊന്നുമില്ല, ചില്ലറ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് 10 or 20 കൊടുത്തപ്പോൾ എനിക്ക് ജിപേ ഉണ്ട് കേട്ടോ സാറേ എന്ന് പറയുന്ന പിച്ചക്കാരുടെ കാലമാണ്. സത്യമാണത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഇങ്ങനെ ദീർഘവീക്ഷണത്തിൽ മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്ന ഒരു രീതി. 2, ആർട്ടിക്കിൾ 370 നടപ്പാക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടായിരുന്നു? എത്ര കാലമായി വെച്ച് കളിപ്പിച്ചു? അത് നടപ്പാക്കിയില്ലേ? നടപ്പിലാക്കിയ സമയത്ത് വലിയ എതിർപ്പും കോലാഹലമൊക്കെ ഉണ്ടായി. ഇപ്പം എന്താ സ്ഥിതി? കാശ്മീരികൾ അംഗീകരിച്ചു. ഈ കാശ്മീർ പുതിയ ജീവിതവും പുതിയ സന്തോഷത്തിലേക്കും പ്രഭാതത്തിലേക്കും ഉണർന്നു എന്ന് പറയാം. കാശ്മീർ മാറി. കാശ്മീർ അസംബ്ലി പോലും ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്ഹുഡ് തിരിച്ചു വേണമെന്നല്ലാതെ 370യെക്കുറിച്ച് അവർക്ക് പോലും തെരഞ്ഞെടുപ്പ് നടന്നു കാശ്മീരിൽ. അവർ പോലും 370 പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്നില്ല, സ്റ്റേറ്റ്ഹുഡ് വേണമെന്നേ പറയുന്നുള്ളൂ. ഞാൻ പറയുന്ന അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. വേറൊന്ന്, ഇന്ത്യ ഉണ്ടായ കാലം തൊട്ട് നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ പുരുഷ കേസരികൾ നയിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒളിച്ചു കളിച്ചതാണല്ലോ വനിതാ സംവരണ ബില്ല്. അത് നടപ്പാക്കിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മൗലികമായ ഭരണപരിഷ്കാരങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി വരാൻ അത്ര ആർജവത്തോടെ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കാൻ നരേന്ദ്രമോദിക്കല്ലാതെ ആർക്കാണ് സാധിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വിദേശ നയത്തിൽ വന്ന മാറ്റമാണ്. വിദേശ നയത്തിൽ നമ്മളെപ്പോഴും ജൂനിയർ പാർട്ട്ണറാണ്. ഈ വമ്പന്മാരുടെ മുമ്പിൽ എപ്പോഴും ജൂനിയർ പാർട്ട്ണറായിട്ട് നിന്നതാണ്. അപ്പോൾ ജൂനിയർ പാർട്ട്ണർ അല്ല, ഞങ്ങൾ ഈക്വൽ പാർട്ട്ണറാണെന്ന് പറയാൻ തുടങ്ങി. അതൊരു വലിയ മാറ്റമല്ലേ? അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ ഒടുവിൽ വന്ന എല്ലാ സംഭവ വികാസങ്ങളും. ഒന്ന്, അമേരിക്കയെ നിലക്ക് നിർത്തി. അമേരിക്കയുടെ ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ താരിഫ്, റിവേഴ്സ് താരിഫ്, ഇമാതിരി കാര്യങ്ങളിലൊക്കെ അമേരിക്കയെ നിലക്ക് നിർത്തി. മാത്രമല്ല റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് നിർത്തൂല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. റഷ്യയുമായി നല്ല ബന്ധം കീപ്പ് ചെയ്തു. ഇങ്ങനെ വിദേശ ബന്ധങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ സ്ട്രോങ്. മാത്രമല്ല അമേരിക്കയുടെ മാർക്കറ്റ് നഷ്ടപ്പെടുമെന്ന് കണ്ട് ബദൽ മാർക്കറ്റുകൾ നമ്മൾ കണ്ടെത്തി. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു നയം ഈ പറഞ്ഞ അന്തർദേശീയ രംഗത്ത് ഇന്ത്യയുടെ മുഖം വലിയ തോതിൽ തിളങ്ങി വന്നില്ലേ? ഇത് ആരുടെ നേട്ടമാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഇന്ത്യയുടെ GDP കുറിച്ച് അമേരിക്കയിൽ പോയിട്ടല്ലേ അദ്ദേഹം പറഞ്ഞത്? അതാണ് അടുത്ത കാര്യം. അതായത് സാമ്പത്തിക രംഗത്ത് ഇന്ത്യ ഉണ്ടാക്കിയ മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിച്ചതല്ല, പക്ഷേ മോദി പ്രതീക്ഷിച്ചിരുന്നു. മോദി അധികാരത്തിൽ വന്ന ഉടനെ അമേരിക്കൻ പാർലമെൻറ്റിൽ പോയിട്ട് അമേരിക്കൻ കോൺഗ്രസ്സിൽ കയറിയിട്ട് പറഞ്ഞപ്പോൾ നമുക്ക് അഭിമാനം തോന്നിയെങ്കിൽ ലോകം ഞെട്ടി. കാരണം ലോകത്തിലെ മൂന്നാമത്തെ, നിങ്ങൾ കണ്ടുകൊള്ളുക, ഇന്ത്യ ഇതാ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ്ഘടനയെ, മൂന്നാമത്തെ സമ്പന്ന രാജ്യമായി വളരാൻ പോകുന്നു. അന്ന് ആരും വിശ്വസിച്ചില്ല. അന്ന് കാര്യം പരിഹസിക്കുകയൊക്കെ ചെയ്തു. തള്ളാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വന്നില്ലേ? എന്നിട്ട് അദ്ദേഹം കണക്ക് പറയുന്നുണ്ട്. ഈ ഇന്ത്യയുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ ആസ്തിയായി കണക്കാക്കുന്നത് ഡോളറാണ്. അപ്പോൾ ആസ്തിയായി കണക്കാക്കുന്ന അന്ന് അദ്ദേഹം വരുമ്പോൾ $4 ട്രില്യൺ. ഇപ്പോൾ അത് $10 ട്രില്യൺ എന്ന് പറഞ്ഞാൽ അത്രയും വളർച്ച, ഇരട്ടിയിലേറെ വളർച്ച ഉണ്ടായില്ലേ, 2.5 ഇരട്ടി വളർച്ച ഉണ്ടായില്ലേ എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നരേന്ദ്രമോദി എന്തുകൊണ്ട് മാറാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഈ വളർച്ച തുടരേണ്ടതുണ്ട്. വളരാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ഈ വളർച്ച, നരേന്ദ്രമോദിയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, അതുകൊണ്ട് നമുക്ക് ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ ശത്രുക്കളുണ്ട്. അമേരിക്ക നമ്മളെ തക്കം പാർത്തിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശ് നമുക്കെതിരെ ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൈനയുമായി നമുക്ക് ഏറ്റുമുട്ടാൻ്റെ പാതയിലല്ല നമ്മൾ, എങ്കിൽ പോലും ചൈനയുമായും അതിർത്തി ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത കാലം വരെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ശത്രു കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടു. ശ്രീലങ്കയെ നമ്മൾ എന്നും സഹായിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ സഹോദര രാജ്യമായിട്ടാണ് അവരെ കണ്ടിരുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇന്ത്യൻ പട്ടാളം ഒരുപാട് ജീവൻ കൊടുത്തത്. പക്ഷേ ശ്രീലങ്ക പോലും കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ വന്ന സൈനിക പരിശീലനത്തിൽ പങ്കെടുത്തു. എന്തിനാണ് എന്നൊക്കെ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അമേരിക്കയായിരുന്നു അതിന് കാർമ്മികത്വം വഹിച്ചത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ നേരിട്ട് നയിച്ച പരിശീലനമായിരുന്നു അത്. അപ്പോൾ അതിൽ പങ്കെടുത്തു. അപ്പോൾ ശ്രീലങ്കയും ഭയപ്പെടണം എന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനുമായുള്ള ഒരു
സമരം അല്ലെങ്കിൽ യുദ്ധമുഖം നിലനിൽക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനെ നമ്മൾ തന്ത്രപൂർവ്വം കൂടെ നിർത്തുന്നുണ്ട്. എങ്കിലും അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികൾ എങ്ങനെ പെരുമാറും നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം നേപ്പാളിൽ കലാപം ഉണ്ടായതിൻ്റെ അനേകം കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് KP ശർമ്മ ഒലി ഇന്ത്യ വിരുദ്ധമായി കടുത്ത നിലപാടെടുത്തതിൻ്റെ ഫലം കൂടിയാണ്. അവിടുത്തെ നേപ്പാളി പൗരന്മാർക്കുള്ള അസംതൃപ്തി, പുതിയ തലമുറക്കുള്ള അസംതൃപ്തി, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട്. മ്യാൻമറിൽ എത്രയോ കാലമായി ആഭ്യന്തര കലാപം നടക്കുകയാണ്. മ്യാൻമറും മനസ്സുകൊണ്ട് ഇന്ത്യയെ അനുകൂലിക്കുന്ന രാജ്യമല്ല എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്തൊക്കെ ശത്രുക്കളുണ്ട്. അവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് കൊണ്ടുപോയി എണ്ണ ഒഴിച്ചു കൊടുക്കാൻ അമേരിക്കയുണ്ട്. ഈ നിർണായകമായ ഘട്ടത്തിൽ മോദി മാറുന്നതിനെക്കുറിച്ചുള്ള ചർച്ച പോലും രാജ്യവിരുദ്ധമാണ് എന്നാണ് അർണബ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അർണബ് പറഞ്ഞതിൽ ഒന്നുപോലും ആർക്കും നിഷേധിക്കാൻ പറ്റാത്തതുകൊണ്ട് അർണബാണെങ്കിലും ഇത് ശരിയാണ് എന്ന നിലയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കടുത്ത എതിരാളികൾ പോലും നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അർണബ് പറഞ്ഞ ശരി തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഈ ഘട്ടത്തിലെ അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കാൻ, മോദിയെ മാറ്റുന്നതിനെക്കുറിച്ച് സീനിയോറിറ്റി എന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വെച്ച് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടപ്പെട്ടവർ ഒരു കാരണവശാലും തയ്യാറാകാൻ പാടില്ല എന്ന സന്ദേശം അർണബിലൂടെ കിട്ടേണ്ടവർക്ക് കിട്ടട്ടെ. അവരത് ഗൗരവമായി പരിഗണിക്കട്ടെ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.